എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? when an object is placed in front of a lens, the image is formed outside a screen. അല്ലെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ലെൻസിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഔട്ട്സൈഡ് എ സ്ക്രീൻ. അല്ലെ, സ്ക്രീനിന്റെ ഔട്ട്സൈഡിലായിട്ട് ഇമേജ് ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് എ ലെൻസ് ഈസ്? ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും? ഇമേജ് സ്ക്രീനിൽ എവിടെല്ലാം ഉണ്ടാകുന്നു. അപ്പൊ ഏത് തരത്തിലുള്ള ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. അല്ലെ, കോൺവെക്സ് ലെൻസ് ആണ്. ഈസ് ഇറ്റ് റിയൽ ഓർ വെർച്വൽ? കോൺവെക്സ് ലെൻസിൽ എങ്ങനെയാണ്? സ്ക്രീനിന്റെ എവിടെയായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പൊ ഏത് ഇമേജ് ആണ്? റിയൽ ഇമേജ് തന്നെയാണ്. റിയൽ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥം കേട്ടോ, യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് ഇക്വേഷൻ. 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇൻകറക്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ലെൻസിന്റെ ഇക്വേഷൻ ഏതാണ്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. ആ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഏതാണ്? ഇത് കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇല്ല, തെറ്റായത്. ദെൻ അടുത്ത നോക്കിയേ, ഈ എ ശരിയാണോ നോക്കിയേ. ഈ ഇക്വേഷൻ നമുക്ക് 1/v എഴുതാലോ. 1/v ഈസ് ഈക്വൽ ടു 1/v അവിടെ നിർത്തുക. 1/f ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഈ മൈനസ് 1/u ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 1/u ആയിട്ട് വരും. അപ്പം 1/v ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/f അത് ഇവിടെ ഉണ്ട്. അപ്പം എന്താണ്? അതും കറക്റ്റ് ഇക്വേഷൻ ആണ്. ഇനി അടുത്ത ഇക്വേഷൻ നോക്കിയാൽ എഫ് ഈസ് ഈക്വൽ ടു uv ഡിവൈഡഡ് ബൈ u പ്ലസ് v. നമ്മള് കഴിഞ്ഞ ദിവസം കുറച്ച് ഇക്വേഷൻസ് കണ്ടായിരുന്നു അല്ലെ, അതായത് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻസ് കണ്ടായിരുന്നു. എഫിലേക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ വരുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ഏതാണ്? uv ഡിവൈഡഡ് ബൈ u മൈനസ് v ആണ് എഫിന്റെ ഇക്വേഷൻ. ബിയിലേക്ക് വരുവാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ് എന്ന് വരും. അതുപോലെ തന്നെ യുയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എഫ് v ഡിവൈഡഡ് ബൈ എഫ് മൈനസ് v എന്ന് വരും. അപ്പൊ ഈ 3 ഇക്വേഷൻ നിങ്ങളത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപകാരപ്രദമാണ്. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ എഫ് ഈസ് ഈക്വൽ ടു uv ഡിവൈഡ് ബൈ u പ്ലസ് വി. എഫ് എന്ന് വെച്ചാൽ uv ഡിവൈഡ് ബൈ u പ്ലസ് വി ആണ് വരുന്നത്. u മൈനസ് വി ആണ് അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ റോങ് ആണ്. അതായത് മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ റോങ് ആണ്. നാലാമത്തെ നോക്കിയാൽ എഫ് ഈസ് ഈക്വൽ ടു uv ഡിവൈഡ് ബൈ u മൈനസ് വൈ അല്ലെ. അപ്പം ഇത് കറക്റ്റ് ആണ്. അപ്പം ഇൻകറക്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ അവിടെയാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അതായത് എഫ് ഈസ് ഈക്വൽ ടു uv ഡിവൈഡ് ബൈ u പ്ലസ് വി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായ ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് ഗിവൺ ആസ് +4. പവർ തന്നിട്ടുണ്ട്, +4 ആണ് തന്നിട്ടുണ്ട്. പവറിന്റെ യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ് കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. പവർ +4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും? ഏതാണ്? പ്ലസ് വരുവാണെന്നുണ്ടെങ്കിൽ ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇല്ലേ? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ തന്നെ പവർ P ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പം എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഫോക്കൽ ലെങ്ത് ഏതിലായിരിക്കും? മീറ്ററിലായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കൺവേർട്ട് ചെയ്താൽ എഫ് ഈസ് ഈക്വൽ ടു 1/p എന്ന് എഴുതാം. അപ്പൊ ഫോക്കൽ ലെങ്ത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏത് ഇതിലായിരിക്കണം? മീറ്ററിലായാലുള്ളൂ നമുക്ക് പവർ ഡയോപ്റ്ററിൽ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? പവർ തന്നിട്ടുണ്ടല്ലേ. പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 തന്നിട്ടുണ്ട്. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 വരും. 0.25 എന്ന് വരുമ്പോ എന്താണ് യൂണിറ്റ് ഇവിടെ വരുന്നത്? മീറ്റർ അല്ലെ. 0.25 മീറ്റർ. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? മീറ്ററിലാണ് അല്ലെ. പവർ ഡയോപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും നമ്മൾ മീറ്ററിലാണ് എടുക്കേണ്ടത്. അപ്പം എത്ര വന്നു? ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The magnification of lens is given as എത്രയാണ്? -1 എന്ന് തന്നിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ അല്ലെ. then what kind of lens is this? ഏത് തരത്തിലുള്ള ലെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ എത്രയാണ് വന്നത്? -1 ആണെന്ന് പറഞ്ഞു ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്? നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്? നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ഇൻവേർട്ടഡ് ഇല്ല. നെഗറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കട്ടെ. മാഗ്നിഫിക്കേഷൻ എന്താണ്? നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇൻവേർട്ടഡ് ഇല്ല, ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇല്ല. അപ്പൊ ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഏത് ലെൻസ് ആയിരിക്കും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാകുന്നത്? കോൺവെക്സ് ലെൻസ് ആയിരിക്കും.
ബട്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കും. ഇവിടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? വെർച്വലും ആയിരിക്കും കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അതെ -1 വന്നു, നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ഇൻവേർട്ടർ ആൻഡ് റിയൽ ഇമേജ് ആണ്. അതായത് ഇൻവേർട്ടർ ആൻഡ് റിയൽ ഇമേജ് ഉണ്ടാകുന്ന ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ ആയല്ലോ. ഇനി ഈസ് ദ ഇമേജ് റിയൽ ഓർ വെർച്വൽ? ഇമേജ് റിയൽ ആണ് വെർച്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? റിയൽ ആണ്. ഇല്ലേ? റിയൽ ആണ്, യഥാർത്ഥമാണ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഏതാണ്? -1 ആണ് വന്നത്. നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ട്, 1 ആണ് വന്നിട്ടുള്ളത്. അല്ലെ? 1നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു മാഗ്നിഫിക്കേഷന്റെ വാല്യൂ >1 ആവുകയാണെങ്കിൽ അവിടെ സ്മോൾ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് 1 ആണ് വന്നത്, നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇൻവേർട്ടർ ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം നെഗറ്റീവ് വാല്യൂ വരണം. 1 ആണ് വന്നത്. 1 ആകുമ്പോൾ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? 2Fലായിരിക്കും. അത് ഇമേജ് ഉണ്ടാകുന്നത് എവിടെ തന്നെ ആയിരിക്കും? 2Fൽ തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2F, ഇവിടെ 2F, ഇവിടെ F, ഇവിടെ F, ഇവിടെ 2F ആണ്. അപ്പം 2Fൽ ഒബ്ജക്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇമേജ് 2Fൽ തന്നെ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ്? സെയിം സൈസും ആയിരിക്കും. ഇവിടെ വാല്യൂ എന്താണ്? 1 വന്നു. >1 ആവണമെങ്കിൽ സ്മോൾ സൈസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സെയിം സൈസ് തന്നെയായിരിക്കും. അപ്പം പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെ തന്നെയാണ്? അറ്റ് 2Fലായിരിക്കും. ദെൻ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? 2F തന്നെയായിരിക്കും. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഈ ഒരു മാഗ്നിഫിക്കേഷന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഏത് ലെൻസ് ആണെന്ന് കണ്ടു, അതിന്റെ ഇമേജിന്റെ പ്രത്യേകത കണ്ടു, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റും ഒക്കെ കണ്ടു. അപ്പൊ ഇത് ഓർത്തിരിക്കട്ടെ. മാഗ്നിഫിക്കേഷൻ >1 ആവുകയാണെങ്കിൽ സ്മോൾ ആയിരിക്കും. സ്മോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇമേജ് ഇല്ല, ഇമേജ് സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നോട്ടെ. ഇമേജ് വളരെ ചെറുതായിരിക്കും. ചെറുതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും. അപ്പം എങ്ങോട്ട് പോകും? ഈ ഒരു പൊസിഷനിലേക്ക് പോകുമല്ലോ. ഇങ്ങോട്ട് പോകും തോറും വലുതായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. Then അടുത്ത 5th question നോക്കാം. An object of height 2 cm is placed at 20 cm away from convex lens of focal length 10 cm. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങ് എഴുതി വെക്കാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് പ്ലേസ്ഡ് അറ്റ് 20 cm away from convex lens എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൽ നിന്നും 20 സെന്റിമീറ്റർ, അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ. U = 20 സെന്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം അല്ലെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് വരും. ഇനി ഫോക്കൽ ലെന്ത് വന്നിട്ടുണ്ട്. ഫോക്കൽ ലെന്ത് F എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ വരും. അപ്പൊ എന്താണ്? പോസിറ്റീവ് വാല്യൂ തന്നെ വരും. ക്ലിയർ ആയല്ലോ? ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ്. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് B നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമ്മൾ കണ്ടില്ലേ ലെൻസ് ഇക്വേഷൻ ആദ്യം നിങ്ങൾ എഴുതണം കേട്ടോ. 1/f = 1/b - 1/u ആണ്. അതിൽ നമുക്ക് 1/b ഇല്ലേ? 1/b = 1/f + 1/u ആണ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞില്ല ഇക്വേഷൻ ഏതാണ്? v = uf / u + f നമുക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ? u എന്ന് വെച്ചാൽ -20 ആണ്. ദെൻ f 10 ആണ്. -20 + 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? -200 വരും. ഡിവൈഡ് ബൈ -10 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താണ്? ഈ 0 പോകും. ദെൻ ആൻസർ എത്രയാണ് വരുന്നത്? 20 എന്ന് വരും. 20 സെന്റിമീറ്റർ ഇല്ലേ? അപ്പം വിയുടെ വാല്യൂ കിട്ടി. v = എത്രയാണ്? 20 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഡിസ്റ്റൻസ് ടു ദ ഇമേജ് അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ആദ്യത്തെ നമുക്ക് കിട്ടി. എ പാർട്ട് കിട്ടി. ഇനി എന്താണ്? ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് മാഗ്നിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഏതാണ്? m = ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? വിയും യു ഉണ്ടല്ലോ. അപ്പം v/u ഉപയോഗിക്കാം. v നമുക്ക് ഇവിടെ കിട്ടി 20 ആണ്. u എന്ന് വെച്ചാൽ -20 ആണ് അല്ലെ? അപ്പൊ എത്ര കിട്ടും വാല്യൂ? -1 വന്നു. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 വന്നു. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചോദിച്ചിട്ടുണ്ട്. ഇമേജിന്റെ ഹൈറ്റ് ആണ് സി പാർട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാലോ. മാഗ്നിഫിക്കേഷൻ m = എങ്ങനെയാണ്? hi/ho വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണ് വേണ്ടത്? ഇമേജിന്റെ ഹൈറ്റ് ഇല്ല, അതായത് hi ആണല്ലോ വേണ്ടത്. അപ്പം hi = m × ho എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 × ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. 2 ആണെന്നും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 സെന്റിമീറ്റർ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ഇപ്പൊ കണ്ടായിരുന്നു മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -1 ആവുകയാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? 2Fലായിരിക്കും. അപ്പൊ ഇമേജ് ഉണ്ടാകുന്നത് എവിടെ തന്നെയായിരിക്കും? 2F തന്നെയായിരിക്കും.
കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടില്ലേ, മാഗ്നിഫിക്കേഷൻ വാല്യൂ -1 വന്നപ്പോൾ, എം എന്ന് വെച്ചാൽ -1 വന്നപ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ്, 2F-ലാണ്. ദെൻ ഇമേജ് എവിടെയാണ്, 2F തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് 2F തന്നെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും, സെയിം സൈസ് ആയിരിക്കും ഇല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ ആണ്. അതായത് അതേ സെയിം സൈസ് തന്നെയായിരിക്കും ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും. അപ്പൊ നെഗറ്റീവ് വാല്യൂ കാണും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. മനസ്സിലായാലോ? അപ്പം ഇതാണ് ആൻസർ. ക്ലിയർ ആയാലോ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ നോക്കുക. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. മാഗ്നിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടത്. മാഗ്നിഫിക്കേഷന്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. മനസ്സിലാക്കിയെന്നല്ല, നോട്ട് ചെയ്ത് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. മാഗ്നിഫിക്കേഷൻ എത്ര വാല്യൂ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ആ ഒരു രീതിയിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് വരുന്നത്. മാഗ്നിഫിക്കേഷൻ -1 വരുമ്പോൾ എന്തായിരിക്കും, സെയിം സൈസ് ആയിരിക്കും. സെയിം സൈസ് ആയിരിക്കും, എന്താണ് ഇൻവേർട്ടഡും ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും എഴുതി തന്നെ പഠിക്കട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.